എനിക്കൊന്നും വയറ്റിൽ കൂടെ പറയാനും അറിയില്ല. പിന്നെ ഞാൻ പറയാണ്, എൻ്റെ കൃഷി ഞാൻ ആലപ്പുഴ ടൗണിൽ നിന്ന് വന്ന ആളാണ്. എനിക്ക് കൃഷിയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. എൻ്റെ അമ്മ പത്തനംതിട്ട ജില്ലക്കാരിയായിരുന്നു. അത് മാത്രമേ ഉള്ളൂ ഒരു കർഷക ബന്ധം. പിന്നെ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ അവിടെ ഇങ്ങനെ കൃഷി ചിങ്ങമൊന്നും ആഘോഷമൊന്നുമില്ല. ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് കേൾക്കുന്നുണ്ട് വയലാർ പഞ്ചായത്തിലെ ചിങ്ങമൊന്നും ഭയങ്കര ആഘോഷമാണ്, മിക്കവാറും പുള്ളിക്കാരൻ പോവുകയൊക്കെ. അപ്പം എനിക്കറിയാവുന്ന പലർക്കും ഇവിടെ സമ്മാനങ്ങളും ഒക്കെ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു വയലാർ പഞ്ചായത്തിൻ്റെ ഒരു സമ്മാനം എനിക്കും നേടണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ പരിശ്രമിച്ചു. ഇവിടെ വരുമ്പോഴൊക്കെ കൃഷികളുണ്ട്, പച്ചക്കറിയൊന്നുമില്ല, കിഴങ്ങ് വർഗ്ഗങ്ങൾ നന്നായിട്ട് കിട്ടുമായിരുന്നു. പക്ഷെ അന്നത്തെ പോലെ വിൽപ്പനയെക്കുറിച്ചും അറിയില്ലായിരുന്നു. ഇതെല്ലാം വരുന്നവർക്ക് ഞങ്ങൾ വെറുതെ കൊടുക്കുമായിരുന്നു. ആ തെക്കേ പറമ്പിൽ നിന്നല്ല. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഓരോ ചേനയും 10 കിലോയിൽ കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാച്ചിലൊക്കെ ആണെങ്കിൽ എന്നോളം നീളമുള്ള കാച്ചിലൊക്കെ ഞങ്ങൾ ആ പറമ്പിൽ നിന്ന് എടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിപ്പം കുറച്ച് നാളായിട്ട് നന്നായിട്ട് ഇതുപോലെ രാവിലെ ഞാനൊരു 2 മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുക അങ്ങനെ വന്നാൽ. അല്ലാതെ ഇവർക്ക് കാപ്പി മിക്കവാറും 10 മണിക്കേ കിട്ടാറുണ്ട് അവധിയാണെങ്കിൽ. അപ്പം ആ 2 മണിക്കൂർ ഞാൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ പറമ്പിടെ അടിച്ചു മുറ്റം ഞാൻ തന്നെയാണ് തൂക്കുന്നത്. അപ്പോൾ ഒറ്റ ചവറും ഞാൻ കളയത്തില്ല. ഈ ചാണകം കൊണ്ടുവരുന്ന ചാക്കുണ്ട്, ആ ഒരു ചാക്കുമായിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ ചവറെല്ലാം അതിനകത്തേക്ക് അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് അത് കൊണ്ടുപോയി വെച്ചിട്ട് കുറച്ച് ചാണകം മാത്രമേ ഞാൻ അതിനകത്ത് ഇടാറുള്ളൂ. പക്ഷെ എനിക്ക് അതുകൊണ്ട് ഒത്തിരി നേട്ടം കിട്ടി. കാരണം കഴിഞ്ഞ വർഷം ഞാൻ ഒരു 10-14 കിലോ കാച്ചിൽ മേടിച്ച് നട്ടിട്ട് അതിന് 50 കിലോ കാച്ചിൽ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അത് ചാക്കിൽ വെച്ചാണ്. പിന്നെ 8 കിലോ വരെ എനിക്ക് അതിൽ നിന്ന് കിട്ടി. ഞാൻ പ്രത്യേകിച്ച് കൂടുതൽ വളമൊന്നും എനിക്കിപ്പോൾ തോന്നുന്നു കുറച്ച് വളവും കൂടെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറേ കൂടെ